ആൻഡ് ടി എസ്റ്റേറ്റിൽ വന്യജീവി ആക്രമണം രൂക്ഷമെന്ന നേരത്തെയും പരാതി ഉയർന്നിരുന്നു. കൊല്ലപ്പെട്ട സോഫിയയും കുടുംബവും ബ്ലോക്ക് റിസോഴ്സ് സെന്റർ ഓഫീസർമാരോട് നേരത്തെ ആശങ്ക പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. സ്ഥിരമായി 20 ആനകൾ അടങ്ങുന്ന കൂട്ടമാണ് മേഖലയിലെത്തിയിരുന്നത്. അതേസമയം കൊല്ലപ്പെട്ട സോഫിയയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. പക്ഷേ പിന്നെ മുണ്ടക്കയത്തിന് 22 കിലോമീറ്റർ വന്നു നമ്മുടെ ഇതിലെ കൂടെ നമ്മൾ വന്നില്ലേ, ആ വഴി കൂടെ അടിവശം ആടിനെ ഞാൻ പറഞ്ഞില്ലേ, ആടിനെ പിടിച്ച് നമ്മുടെ ആടിനെ പിന്നെ ഒരു പശുവിനെ പിടിച്ച് അതായിട്ടാണ്. പിന്നെ കുറെ ഇവിടെ വീടിന്റെ ഇതൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ മോടെ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് കുറെ ആടിനെ ഇതിനൊക്കെ കൊടുത്തിട്ടാണ് അഞ്ച് പട്ടികളെ പട്ടി ഇവിടെ കഴുത്തിന് പിടിച്ചോണ്ട് പോകുമല്ലേ, കണ്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ ഓടി വീണ് എന്റെ മുട്ടൊക്കെ ഇതായി ഞങ്ങൾ മെഡിക്കൽ റെസ്റ്റ് ചികിത്സയൊക്കെ ആയിരുന്നു. ജീപ്പിനകത്തൊന്ന് ഇറങ്ങി വന്നതാണ്. പട്ടിയെ ഇങ്ങനെ പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നീ ഇറങ്ങി പോകാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങുന്ന മുമ്പ് ഇവരെ ഇറങ്ങി വന്നിട്ട് ഇവിടെ നിന്നും താഴത്ത് വീണ് പുലി ഇറങ്ങി, പുലി ഓടി, അപ്പനെ പട്ടിയെ പിടിച്ചിട്ട് താഴ്ത്തി ആടി, പട്ടിയെ കൊണ്ടുപോയ. അത് 50-60 കിലോ വരെ അത് എടുക്കും. ഇത്രയും ഉണ്ട് സാറോ. ശരിക്കും പറയുകയാണെ 27 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. 27 കിലോമീറ്റർ കറക്റ്റ് ഉണ്ട്. ഈ വണ്ടി നമ്മൾ ഇത്രയും നടന്നു ഞങ്ങളുടെ തന്നെയല്ല പിടിച്ച പുറത്തുകാരൻ ഒരു വീടുണ്ട്, 2 പെൺപിള്ളേരും അച്ഛനും അമ്മയും താമസിക്കുന്നത്. അവരുടെ ഒരു 10-15 പശുവിനെ ആദ്യം ഒന്നിനെ കൊണ്ടുപോകുന്നു, പിന്നെ പിടിച്ചോണ്ട് പോയി പശുവിനെ. പിന്നെ നമ്മുടെ ഇത്ര ആനയും ഈ ആന ഇങ്ങനെ നിൽക്കുക. ആനയെ കണ്ടിട്ടുണ്ടോ പോകുന്ന വഴിക്ക്? 27 ഞങ്ങള് പറഞ്ഞു ആനയെ കണ്ടിട്ടില്ലേ? പുള്ളി പോകുമ്പോ കാണിക്കും നിങ്ങൾ അങ്ങോട്ട് പോകും, ആന നേരെ വരുമോ, കൊച്ചു വീണു ആന പേടിച്ചോണ്ട് ആന ഇങ്ങോട്ട് കേറി വരുമോ. നമ്മളോട് പറഞ്ഞെന്ന് നിന്റെ ഇത് പതുക്കെ പോ, നമുക്കെന്ന് 2 പേര് സ്കൂളിൽ നിന്ന് വരുവായിരുന്നു. അയ്യോ എല്ലാം അപ്പുറത്തെ പിള്ളേരും കണ്ടിട്ടോ, ആ ചേട്ടനെല്ലാം കണ്ടിട്ടോ. ഇടയ്ക്ക് വാർത്ത കാണുന്ന 10-27 എണ്ണത്തിന്റെ കൂട്ടം ഇതാല്ലേ, വലിയ ആനക്കൂട്ടം. ഞാൻ മൊബൈലിലൊക്കെ എടുത്ത് ഒറ്റയ്ക്കുമായിരുന്നു. ഒറ്റ വീടുള്ളല്ലേ ഈ നിങ്ങൾക്കിപ്പോ രാത്രി തന്നെ ആവശ്യം വന്നാലോ നമുക്ക് ഒരു നിർവാഹമല്ല, വണ്ടി പഠിത്തം സഹായിച്ച് ഒരു ആപത്ത് വരാതെ. രാത്രിയിലൊക്കെ എന്തെങ്കിലും അപകടം വന്നാലുണ്ടല്ലോ ഒന്നിനും ഒരു നിർവാഹമില്ല, വണ്ടിക്കാരെ വിളിച്ചാൽ പോലും പേടിച്ച് ആനയെ പേടിച്ചൊക്കെ. ഇപ്പോഴൊക്കെ വരും, സന്ധ്യ ആവുന്നതിന് മുമ്പ് വരും. അവര് പറഞ്ഞിട്ടുണ്ട് സന്ധ്യ ആവുന്ന മുമ്പ് എവിടെയോ ഓട്ടത്തിന് വിളിച്ചോണോ, അല്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരത്തില്ലെന്ന് പറഞ്ഞു. അവർക്ക് ജീവനെ പേടിയില്ല. അപ്പൊക്കെ കണ്ടില്ല സാറ്. ഈ ആനയുടെ ശല്യം കാണാനുള്ള ബസ്സും കൂടെ നിന്നുപോയി ഫുള്ള്. ഇങ്ങനെ ആമിനെ ഉണ്ട്, ഇങ്ങനെ ഒരു കൊച്ചുണ്ട് ഈ പ്രദേശത്ത് ഉണ്ടെന്നൊക്കെ അറിയുന്ന തന്നെ വിദ്യാർത്ഥിക്കാർക്ക് അറിയാം. ഇങ്ങനെ മറ്റുള്ളവർക്കൊന്നും അറിയത്തൊന്നുമില്ല നമ്മളിങ്ങനെ ഇവിടെ താമസിക്കുവാന്നുള്ള ഒന്നും അറിയത്തില്ല. ഞാൻ എന്റെ വീട് തന്നെയല്ല, ഇങ്ങനെയുള്ള പിള്ളേരെ എല്ലാ കുട്ടികളുടെ വീട്ടിൽ പോയി അവരുടെയൊക്കെ ക്ഷേമം നോക്കണം. എന്നാലല്ലേ അവര് കുറെ ദിവസങ്ങളായിട്ട് ഇപ്പോൾ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ ഓഫീസർമാരോട് അവിടുത്തെ സാഹചര്യം വിശദീകരിക്കുന്ന സോഫിയയും, ഇപ്പോൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയയും കുടുംബവും ഓഫീസർമാരോട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. നേരത്തെയും ഇതുപോലെ സമാനമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്ന് സോഫിയ തന്നെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ഇതുപോലെ നിരവധി തവണ ഉദ്യോഗസ്ഥരോട് ഈ പ്രദേശത്തെ വന്യമൃഗ ആക്രമണത്തെ പറ്റി പരാതി പറഞ്ഞിട്ടുണ്ട്. യാതൊരുവിധ നടപടികളും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വീണ്ടും അതേ പ്രദേശത്ത് തന്നെ വീണ്ടും ഇപ്പോൾ അല്പസമയം മുമ്പ് വീണ്ടും കാട്ടാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ?
ഈ പെരുവന്താനം കൊമ്പൻപാറ മേഖലയിലെ ഈ ജനങ്ങളുടെ അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള കുടുംബങ്ങളുടെ ജീവിതം എത്രത്തോളം ദുസ്സഹമായിരുന്നു എന്നുള്ളത് വെളിവാക്കുന്നതാണ് ഈ സോഫിയയുടെയും ഇസ്മായിലിന്റെയും വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്മായിലിന്റെയും അതുപോലെ തന്നെ സോഫിയയുടെയും മകളായ ആ ഭിന്നശേഷിക്കാരായ കുട്ടി പോലും അതിന്റെ ഭീകരത എത്രത്തോളം, അതിന്റെ തീവ്രത എത്രത്തോളം നടക്കുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു വീഡിയോയിൽ, അതായത് ബ്ലോക്ക് റിസർവ് സെന്റർ ഓഫീസർമാരോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നു. പ്രധാനമായും ഈ വന്യമൃഗശല്യത്തെ പറ്റിയാണ് ആ വീഡിയോയിൽ അവർ കൂടുതലായും സംസാരിക്കുന്നത്. കാട്ടാനകൾ, പുലി, കടുവ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ സ്ഥിരമായി എത്തുന്നു, പട്ടിയെ പിടിക്കുന്നു, ആടിനെ പിടിക്കുന്നു, ഇങ്ങനെ ജീവിതമാർഗങ്ങളെല്ലാം തന്നെ നശിപ്പിക്കുന്നു. പലപ്പോഴും തലനാരിഴയ്ക്ക് ഈ ഒരു വന്യമൃഗശല്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്ന, അതായത് സോഫി ഇതിനു മുമ്പ് കാട്ടാനയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് കാലിന് പരിക്ക് പറ്റി ചികിത്സയുടെ കാര്യമെല്ലാം തന്നെ ആ ഒരു വീഡിയോയിൽ വിവരിക്കുന്നുണ്ട്. അത്യന്തം നിലവിൽ ഇപ്പോൾ കാണുമ്പോൾ വലിയ ദുഃഖമുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ദുഃഖമുണ്ടാക്കുന്ന വാക്കുകളാണ് നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ. അത്രത്തോളം ദുഃഖം അവിടെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ അവർ ഒരു പരാതി നൽകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വനം വകുപ്പ് മന്ത്രി എത്തിയപ്പോൾ നിവേദനമെല്ലാം നൽകിയത്. പക്ഷേ അതിലൊന്നും തന്നെ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകാതെ വന്നതാണ് ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ വഴിവെച്ചത്. അതുപോലെ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത അത് വലിയ രീതിയിലുള്ള ഒരു ആഘാതം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. നിലവിലിപ്പോൾ ഈ കൊല്ലപ്പെട്ട സോഫിയയുടെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 1 മണിക്കൂറിനകം ഈ ഒരു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനുശേഷം ചെന്നാപ്പാറയിലെ ത്വാഹ മസ്ജിദിൽ ഈ ഒരു മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. 1 മണിക്കൂറോളം അവിടെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമാവും മുണ്ടക്കയത്തെ മസ്ജിദിൽ ഈ ഒരു മൃതദേഹം സംസ്കരിക്കുക. ഇപ്പോഴും ഈ ഒരു മേഖല കേന്ദ്രീകരിച്ച്, അതായത് ഈ ചെന്നാപ്പാറ മേഖല കേന്ദ്രീകരിച്ച് കാട്ടാനക്കൂട്ടം ഉണ്ട് എന്നുള്ളതാണ് ഈ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. പ്രധാനമായും ഈ ചെന്നാപ്പാറ A ഡിവിഷൻ, കുപ്പക്കയം, മതമ്പ എന്നിവിടങ്ങളിൽ ഇന്ന് 3 കാട്ടാനക്കൂട്ടങ്ങൾ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ തൊഴിലാളികൾ ജോലിക്ക് എത്തുന്ന പ്രദേശമാണ്, ഈ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉള്ള പ്രദേശമാണ്, ജനവാസ മേഖലയാണ്. ആ മേഖലയിലാണ് നിലവിൽ ഇപ്പോഴും 3 കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിട്ടുള്ളത്. എവിടെയും വനംവകുപ്പിന്റെ ഇടപെടൽ ഇന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ആരോപണം ഇന്നും ഉയർന്നു വരുന്നുണ്ട്. ഈ സമാനമായ സാഹചര്യമാണ് പലപ്പോഴും ഈ മേഖലകളിലെല്ലാം തന്നെ ഉടലെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ സംഭവം നടക്കുന്ന അന്ന് രാവിലെ പോലും ഈ കാട്ടാന ആ മേഖലയിലുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ വിളിച്ചറിയിച്ചിട്ട് പോലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ല. അതായത് വളരെ ശോചനീയമായ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ഫോറസ്റ്റ് ബീറ്റ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഈ ജനപ്രതിനിധികൾ അതുപോലെ തന്നെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതായത് ആവശ്യത്തിന് വാഹനമോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നുമില്ലാതെയുള്ള ഒരു പ്രവർത്തനമാണ് ആ ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസ് സ്റ്റേഷൻ നടത്തുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു. പക്ഷേ പലപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ പോലും എത്താതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും വിളിക്കുമ്പോൾ മറ്റൊരു വഴിയെ കയറി വന്ന കാര്യങ്ങൾ തിരക്കി തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നോക്കി തിരിച്ചു പോകുന്ന സാഹചര്യം. ഈ പലപ്പോഴും ആനയെ തുരത്തി വനത്തിനുള്ളിലേക്ക് കയറ്റി വിട്ടാൽ പോലും ഈ ആന ഇവർ പോയതിന് തൊട്ടു പിന്നാലെ തന്നെ തിരികെ ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വന്യമൃഗശല്യം ആ മേഖല കേന്ദ്രീകരിച്ച് ഉടലെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ജനപ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തിയോട് തന്നെ ചോദിക്കാം, ചേട്ടാ ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള ഈ കാട്ടാനയുടെ ശല്യം ഏത് രീതിയിലാണ്? വളരെ രൂക്ഷമായ കാട്ടാന ശല്യമാണ്, മറ്റു മൃഗങ്ങളുടെ ശല്യമാണ് പെരുവന്താനം പഞ്ചായത്തിലെ TR&T മേഖലയിലുള്ളത്. ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി വർഷങ്ങളായി ഇതിന് പുറകിൽ നിന്നിട്ട് ഗവൺമെൻറ്റിൻ്റെ അനങ്ങാപ്പാറ നയമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കുഴപ്പമുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പമ്പയിൽ നിന്ന് കാട്ടുപന്നിയെ കൊണ്ട് TR&T വിട്ടു ലോറിക്ക്. അതിനെതിരെ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധവും സമരവും ഒക്കെ നടത്തി. ഒരു കാര്യത്തിനും തീരുമാനമില്ല. ഒരു മണ്ടൻ മന്ത്രിയാണ് ഈ വകുപ്പ് ഭരിക്കുന്നത്. അയാളെ കൊണ്ട് ഒന്നിനും കൊള്ളിയല്ല. അതുകൊണ്ടാണ് ഈ കുഴപ്പമെല്ലാം ഈ രാജ്യത്ത് നടക്കുന്നത്. ഇപ്പോൾ അവിടെ അടിമാലിയിൽ കാട്ടാന ചവിട്ടി കൊന്ന ആളിന് നഷ്ടപരിഹാരം കൊടുക്കാൻ ഇന്ന് കോൺഗ്രസ് അവിടെ റേഞ്ച് ഓഫീസ് ഉപരോധിക്കുക. കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ പോലും കൊടുക്കുന്നില്ല. അങ്ങനെ കഷ്ടപ്പെടുന്നതാണ് ജനങ്ങളായിട്ട്. ഇതിനൊരു പരിഹാരമില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നത്തിലേക്ക് ഞങ്ങൾ പെരുവന്താനം പഞ്ചായത്ത് ഒന്നടങ്കം വലിയ പ്രശ്നത്തിലേക്ക് പോകും. അതാണ് ഞങ്ങളുടെ തീരുമാനം. അത്തരത്തിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കൃത്യമായ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ളവ നൽകാതെ പലപ്പോഴും വനംവകുപ്പ് വഞ്ചിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പെരുവന്താനത്തെ ഒരു സോഫിയയുടെ മരണത്തിൽ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഉണ്ടാകരുത് എന്നുള്ളൊരു കാര്യമാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ മുമ്പോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഈ ഒരു അല്പസമയത്തിനകം തന്നെ ഈ ഒരു നിലവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമാവും കാഞ്ഞിരപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുക. ശരി സുബിൻ, അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഇത്തരത്തിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് ഏറ്റവും സങ്കടകരമായ ദൃശ്യമാണ് നമ്മൾ ആദ്യം നൽകിയത്. കാരണം
ആ സോഫിയയും കുടുംബവും ഇവിടെ കാട്ടാന ശല്യമുണ്ട്, വന്യമൃഗങ്ങളുടെ ശല്യം എപ്പോഴും ഉണ്ടാകാറുണ്ട്, കഷ്ടിച്ചാണ് രക്ഷപ്പെടാറുള്ളത് എന്ന കാര്യമൊക്കെയും ചിരിച്ചുകൊണ്ട് അവിടെ വന്ന ഓഫീസർമാരെ അറിയിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇന്നിപ്പോൾ അവരുടെ ചിരി മാഞ്ഞിരിക്കുന്നു, അവർ ഈ ലോകത്ത് നിന്ന് തന്നെ പോയിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു കാട്ടാനയുടെ ആക്രമണത്തിലാണ് അവർ കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ എത്രത്തോളം സ്ഥിതി രൂക്ഷമാണ് എന്നുള്ള കാര്യം ഇനിയെങ്കിലും ഗൗരവത്തോടെ എടുത്തില്ലെങ്കിൽ എത്രത്തോളം പ്രശ്നമുണ്ടാകുമെന്നുള്ളതാണ്. ഈ കാട്ടാന ശല്യമുണ്ട് എന്ന് വനംവകുപ്പിനെ അറിയിച്ചിരുന്നെങ്കിലും നടപടി സ്വീകരിച്ചില്ല എന്നാണ്.